ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കട്ടൻ കാപ്പി വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള കട്ടൻ കാപ്പി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെസ്കഫേൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല, കാപ്പീൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊരു 5 സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. തണുത്തതിന് ശേഷം അരിച്ചെടുത്ത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി 3 വലിയ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം, പാൽപ്പൊടി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിക്കണത് മിസ്സായി പോയതാണ്. നമ്മൾ ആദ്യം വെള്ളം എടുത്തില്ലേ, അതേ അളവിൽ പാലും ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കണ്ട കേട്ടോ. ആ ഒരു കോഫി പൗഡറിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്